ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നന്നായിട്ട് മഴയൊക്കെ പെയ്ത് തോന്നുന്ന സമയത്ത് ഞാനും എൻ്റെ ലക്കിമോനോട് ചേർന്നിട്ട് താഴെ വയലിലോട്ടൊക്കെ ഇറങ്ങി. വയലിലൊക്കെ നന്നായിട്ട് വെള്ളം കയറി കിടക്കുവാണ്, മഴ പെയ്ത് ഭയങ്കര വെള്ളമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ വയലിലോട്ട് ഇറങ്ങിയിട്ട് ഒന്ന് രണ്ട് പച്ചിലകൾ പറിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. ഈ കാണുന്നത് തുമ്പച്ചെടിയാണ്. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ എല്ലായിടത്തും ഉണ്ടായിരിക്കുന്നതായിരിക്കും തുമ്പച്ചെടി. ഇത് ഞാനിപ്പം ഈ പച്ചിലകൾ പറിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാടൻ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെപ്പോഴും കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അപ്പം തൽക്കാലം നാടൻ കൺമഷി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ തുമ്പച്ചെടി പറിച്ചത്. തുമ്പച്ചെടിയുടെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അടുത്ത സാധനം വേണ്ടുന്നത് നമ്മുടെ ഭൃംഗരാജ അല്ലെങ്കിൽ കയ്യോന്നിയാണ്. അപ്പം നമ്മുടെ വയലിലൊക്കെ നന്നായിട്ട് കയ്യോന്നിയൊക്കെ ഈ മഴ സമയം ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇഷ്ടം പോലെ നല്ല വെള്ളപ്പൂവൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് കയ്യോന്നി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ കയ്യോന്നിയും തുമ്പച്ചെടിയും അതിലൂടെ 2-3 ഇലകളും കൂടെ ചേർത്തിട്ട് വേണം നമുക്ക് കൺമഷി ഉണ്ടാക്കാനായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്ന കൺമഷിക്ക് നല്ല മണം ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ണിലെഴുതുമ്പോൾ നല്ല തണുപ്പായിരിക്കും. അതിനകത്ത് കൃത്രിമമായിട്ടുള്ള ഒരു കാര്യങ്ങളുമില്ല. നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമ്മൾ വയലിൽ നിന്ന് കുറച്ച് കയ്യോന്നിലൂടെ പറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം അവിടെ നിറയെ കയ്യോന്നി ഇപ്പുണ്ട്. വെള്ളപ്പൂവൊക്കെ ആയിട്ട് നല്ല സുന്ദരികളായിട്ട് സുന്ദരി പൂക്കളൊക്കെ ആയിട്ട് നമ്മൾ കയ്യോന്നി അവിടെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അപ്പം നമ്മൾ കുറച്ച് കയ്യോന്നിയുടെ പൊട്ടിച്ചു. ഈ കയ്യോന്നിയും പിന്നെ നമ്മുടെ തുമ്പച്ചെടിയും മാത്രമല്ല ഇതിനകത്ത് നമുക്ക് വേണ്ടുന്നത്. ഇനിയും 1-2 സാധനങ്ങളൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. അപ്പം കയ്യോന്നി പറിച്ചതിന് ശേഷം നമ്മൾ പതുക്കെ അവിടെ നിന്ന് അടുത്ത സാധനം പറിക്കാനായിട്ട് പോയി. അപ്പോൾ എൻ്റെ മോനാണ് അവിടെ വയലിലിങ്ങനെ നിന്ന് അയാൾ ചൂണ്ട എറിയാനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ 2 പറിച്ചിട്ട് ആ തോട്ടിൽ വെച്ച് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വേരും എല്ലാവരും ചേർത്തിട്ടാണല്ലോ പറിച്ചെടുക്കുന്നത്. അപ്പോൾ ആ വേരൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകി അതിലെ മണ്ണൊക്കെ നന്നായിട്ട് കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത സാധനം പറിക്കാനായിട്ട് പോകാം. അടുത്ത നമുക്ക് വേണ്ടുന്ന ചെടി എന്ന് പറയുന്നത് നമ്മുടെ മുക്കുറ്റിയാണ്. മുക്കുറ്റി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. മുക്കുറ്റി നമ്മുടെ ഗണപതി അമ്പലത്തിലൊക്കെ കൂടുതലും പൂജയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് മുക്കുറ്റി ചെടി എന്ന് പറയുന്നത്. ചിലർ മാല കെട്ടി കൊണ്ടു കൊടുക്കും, അത് അല്ലാതെ തന്നെ നടയിൽ കൊണ്ടുവെക്കും. അപ്പോൾ അടുത്തത് നമുക്ക് മുക്കുറ്റിയാണ് വേണ്ടത്. ഈ മുക്കുറ്റിയുടെ കൂടെ വേറെ 2 ഐറ്റംസ് കൂടെ വേണമായിരുന്നു. ഒന്ന് നമ്മുടെ ഞവരയിലയും പിന്നെ നമ്മുടെ വെറ്റിലയും കൂടെയാണ്. അപ്പോൾ ഇത് ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ട് ഇത് നമ്മൾ അരിഞ്ഞെടുത്തിട്ട് പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ അരിഞ്ഞെടുത്തത് നന്നായിട്ട് ചതച്ചതിൻ്റെ നീരെടുക്കും. അപ്പം നന്നായിട്ട് ഈ അരിഞ്ഞെടുത്ത സാധനങ്ങൾ നന്നായിട്ട് ചതച്ച് അതിന് നീര് നന്നായിട്ട് എടുത്തിട്ട് കഴുകി വൃത്തിയാക്കിയ വെള്ളത്തുണി, കഴുകി വൃത്തിയായിട്ട് ഉണക്കിയെടുത്ത വെള്ളത്തുണി ആ നീരിനായിട്ട് നന്നായിട്ട് അങ്ങ് മുക്കും. നന്നായിട്ട് മുക്കിയിട്ട് ഈ തുണി നമ്മളിനി കാറ്റത്ത് ഇട്ട് ഉണക്കിയെടുക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി അടുത്ത വീഡിയോ.